നമസ്കാരം. ഡോക്ടർ ശ്രീദീപൻ, ദ ന്യൂറോളജിസ്റ്റ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സിനിമ കാണാനിടയായി. ആ സിനിമയുടെ പേരാണ് 50 ഫസ്റ്റ് ഡേറ്റ്സ്. അപ്പോൾ അതിനകത്തൊരു ക്യാരക്ടറുണ്ട്. അതിൻ്റെ പേരാണ് ലൂസി. അപ്പോൾ ലൂസിക്ക് പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൂസിക്കൊരു റോഡ് ട്രാഫിക് ആക്സിഡൻ്റ് ഉണ്ടായി. ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, ഹെഡ് ഇഞ്ചുറി ഉണ്ടായി. അതിനുശേഷം എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പുതിയ കാര്യങ്ങളൊന്നും ഓർക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ പുതിയ കാര്യങ്ങളൊന്നും അവർക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. അതായത് അവരുടെ ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് അതൊന്നും അവരുടെ മെമ്മറിയിലോട്ട് കയറാത്തതുകൊണ്ട് അതൊന്നും ഓർക്കാൻ പറ്റില്ല. അപ്പോൾ എന്തുവരുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാ ദിവസവും ഇന്നലത്തെ പോലെ തന്നെയാണ്. അതായത് ആക്സിഡൻറ്റിൻ്റെ തൊട്ട് തലേ ദിവസത്തെ പോലെ ആണ് അവരുടെ ദിവസം. അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്ന ഒരു തലച്ചോറിലെ ഒരു പാർട്ടുണ്ട്. ആ ഹിപ്പോ ക്യാമ്പസിന് ഡാമേജ് വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ ഇൻഫർമേഷനുകളൊന്നും തലച്ചോറിലോട്ട് ആ ഹിപ്പോ ക്യാമ്പസിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് പറ്റും, അവർക്ക് അത് ഓർത്തെടുക്കാൻ പറ്റില്ല. അപ്പം എല്ലാ ദിവസവും ഒരേപോലെ തന്നെ ആയിട്ട് അത് തുടരും. അപ്പോൾ അവരെങ്ങനെ അത് മാനേജ് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ വീഡിയോ നോട്ട്സ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ റിട്ടൺ നോട്ട്സ് ആയിട്ടായിരിക്കും, അവർ റുട്ടീൻ എഴുതി വെച്ചിട്ടുണ്ടാവും. ഈ സിനിമയിൽ അവരുടെ ഫാമിലി അവളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവരുടെ ഡെയിലി റുട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഡ്രാമയാണ്. അപ്പം അതിൽ നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിൻ്റെ അകത്തുള്ള ആ മെമ്മറി എന്ന് പറഞ്ഞാൽ എത്ര ഡെലിക്കേറ്റ് ആണ്, എത്ര പ്രഷ്യസ് ആണെന്ന് കാണിച്ചു തരുന്നൊരു സിനിമയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അംനെസ്റ്റിക് സിൻഡ്രോം അഥവാ ആൻഡ്രോഗ്രേഡ് അംനേഷ്യ എന്ന് പറയുന്നൊരു അസുഖത്തെക്കുറിച്ചാണ്. താങ്ക് യു.